നമുക്ക് ഈ ഘട്ടത്തിൽ പാലക്കാട്ടേക്ക് വീണ്ടും പോകണം. അവിടെ SIT പരിശോധനയ്ക്ക് ശേഷം തിരിച്ചു പോവുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഫ്ളാറ്റിൽ നിർണായക പരിശോധന നടത്തിയിട്ടുണ്ട്. Investigation is going on. Is there anything more to point out? Nothing. Did they get any CCTV visuals? No. We are collecting it. We are collecting. Get any evidence? Any more information? Mic. ശരി, അന്വേഷണ ഉദ്യോഗസ്ഥർ മടങ്ങുകയാണ്. രാഹുലിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിലെ പരിശോധന പൂർത്തിയായിരിക്കുന്നു. നിലവിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അഷ്കർ അലി കരിമ്പയുണ്ട്. അഷ്കർ, എന്താണിപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത്? നിലവിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് എന്തെങ്കിലും അപ്ഡേറ്റുകളുണ്ടോ? പരിശോധന അല്പസമയം മുമ്പാണ് പൂർത്തിയായിരിക്കുന്നത്. ഏകദേശം 4 മണിക്കൂറോളം നീണ്ടുനിന്ന പരിശോധനയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പൂർത്തിയായിരിക്കുന്നത്. പോലീസ് സംഘം ഇപ്പോൾ രാഹുലിൻ്റെ ഫ്ളാറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. ASP രാജേഷ് കുമാർ അടക്കമുള്ളവർ ഈ പരിശോധന ഭാഗമായി രാഹുലിൻ്റെ ഫ്ളാറ്റിലേക്ക് എത്തിയിരുന്നു. അതിലൊരു വിഭാഗം ഉദ്യോഗസ്ഥർ പാലക്കാട് നിന്ന് ഈ പരിശോധനയ്ക്ക് വേണ്ടി ഇവിടേക്ക് എത്തിയ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ASP അടക്കമുള്ളവരാണ് ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുന്നത്. CCTVയുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയായിരുന്നു കാര്യമായി നടന്നിരുന്നത്. പക്ഷേ അതിൽ ഈ സംഭവം നടന്നു എന്ന് പറയപ്പെടുന്ന ദിവസത്തെ ദൃശ്യങ്ങൾ CCTVയിൽ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. പ്രത്യേകിച്ച് DVRൽ അത്രയ്ക്ക് ബാക്കപ്പ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതേസമയം തന്നെ ഈ DVR റിട്രൈവ് ചെയ്ത് ദൃശ്യങ്ങളടക്കം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ് പോലീസ് പറയുകയും ചെയ്യുന്നത്. തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ആ പരിശോധന. CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുക എന്നുള്ളതിൻ്റെ കടമ്പകൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ASP മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു പ്രതികരണം. CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുക എന്നുള്ളതായിരുന്നു. മാത്രമല്ല തെളിവുകൾ ശേഖരിക്കുന്നു എന്നുള്ള ഒറ്റ വാക്കുള്ളൊരു മറുപടിയും പാലക്കാട് ASP രാജേഷ് കുമാർ ഇത് പുറത്തിറങ്ങുന്ന ഘട്ടത്തിൽ പറയുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ ASP അടക്കമുള്ളവർ മടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും എത്തിയ തമ്പാനൂർ SHO അടക്കമുള്ളവർ ഇപ്പോഴും ഫ്ളാറ്റിൽ തുടരുന്നുണ്ട്. അവർ ഇവിടുത്തെ CCTVയുമായി ബന്ധപ്പെട്ട മറ്റ് സ്ഥലങ്ങളിൽ കൂടി പരിശോധന നടത്തുക എന്നുള്ളതുമായി ബന്ധപ്പെട്ടൊക്കെ ഇവിടെ കേന്ദ്രത്തിൽ തുടർന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയത്തിനും തന്നെ അവരും പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അഷ്കർ, ഇതിലിപ്പോൾ ഇന്ന് ഫ്ളാറ്റിലെ പരിശോധനയിൽ നിന്ന് നിർണായക ലീഡുകൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? ഈ കൂടുതൽ CCTV ദൃശ്യങ്ങൾ, തൊട്ടടുത്തുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുമെന്നുള്ള സൂചനകളുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും വ്യക്തത വന്നിട്ടുണ്ടോ? വിനിത, നിലവിൽ അക്കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടില്ല. പക്ഷേ നേരത്തെ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് വലിയ ദൃശ്യങ്ങൾ CCTVയിലൊന്നും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളൊന്നും പറഞ്ഞ ദിവസങ്ങളിൽ ആ തീയതിയിലുള്ള ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമാണ് വീണ്ടും അതിന് രണ്ടാമതും സമീപത്തെ മറ്റ് CCTVകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ഈ ഫ്ളാറ്റിന് സമീപത്തുള്ള മറ്റ് CCTV ക്യാമറകളൊക്കെ പരിശോധിച്ചുകൊണ്ട് ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനുള്ള ശ്രമം പോലീസ് നടത്തിയത്, അന്വേഷണ സംഘം നടത്തിയത്. പക്ഷേ അതിൽ രണ്ടാമത്തെ ഘട്ടത്തിൽ അത് വിജയിച്ചു എന്നുള്ള മാത്രമാണ് ഇനി അറിയാനുള്ളത്. അല്പസമയത്തിനും അതിൻ്റെ വിവരങ്ങളും നമുക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 4 മണിക്കൂറോളം നീണ്ടു നിന്ന പരിശോധനയുടെ ആദ്യഘട്ടം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ASP അടക്കമുള്ളവർ ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. വിനിത, ശരി, രാഹുലിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിൽ ഏതായാലും പരിശോധന നിലവിൽ പൂർത്തിയായിരിക്കുന്നു. കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അറിയണം. CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ ലീഡുകൾ ലഭിച്ചോ എന്നുകൂടി അറിയണം. യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധന നടത്തിയിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്.